അന്ന് റിയോ ഡി ജനീരിയിലെ മറക്കാന സ്റ്റേഡിയം വിജയമുഹൂർത്തങ്ങളുടെ വികാരങ്ങൾ കൊണ്ട് അവസ്മരണീയമായ രാവായി മാറുകയായിരുന്നു. 93കൾക്ക് ശേഷം കാത്തിരിപ്പുകൾക്കൊടുവിൽ ആൽബസ് സെലസ്റ്റുകൾ അവരുടെ സ്വപ്നം നേടിയെടുക്കുമ്പോൾ കൂടെ പൂർണ്ണമാകുന്നത് മറ്റൊരാളുടെയും കഥ കൂടിയായിരുന്നു. അയാൾ അവർക്ക് വെറുമൊരു കളിക്കാരനോ നായകനോ മാത്രമായിരുന്നില്ല, മറിച്ച് അർജന്റീനൻ ജനതയുടെ ഹൃദയവും ആത്മാവും കൂടെയായിരുന്നു. തങ്ങളുടെ 28 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്തുക മാത്രമായിരുന്നില്ല ആൽബസ് സെലസ്റ്റുകളുടെ അന്നേ വരെയുള്ള അടങ്ങാത്ത ആഗ്രഹം. തങ്ങൾക്ക് വേണ്ടി അശ്രാന്തമായി പരിശ്രമിച്ച് പലപ്പോഴും പരാജയവും പരിഹാസവും നേരിടേണ്ടി വന്ന ആ മനുഷ്യൻ്റെ സന്തോഷവും ആനന്ദവും പൂർണ്ണതയും കൂടെയായിരുന്നു. അന്നേ വരെയുള്ള വ്യക്തിഗത നേട്ടങ്ങളുടെ പാരമ്പര്യങ്ങൾക്ക് മുകളിൽ നിരവധി കിരീടങ്ങളും വ്യക്തിഗത പുരസ്കാരങ്ങളും ലിയോ എന്ന മനുഷ്യൻ ചേർത്ത് വെക്കുമ്പോഴും, ലോകത്ത് കാൽപന്ത് ആരാധകരുടെ മനസ്സിൽ ഇടം നേടുമ്പോഴും അന്താരാഷ്ട്ര വിജയമില്ലാതെ നിങ്ങളെങ്ങനെ പൂർണ്ണമാകുമെന്ന ചോദ്യം ഉയർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ റിയോ ഡി ജനീരിയിൽ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ അത്തരം ചോദ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ വിമർശക ലോകം പോലും അയാളുടെ പൂർണ്ണത സാക്ഷിയായി നിശബ്ദമാകുകയായിരുന്നു. അന്ന് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത അയാളുടെ സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും കണ്ണുനീർത്തുള്ളികൾക്ക് ഒരുപക്ഷെ പൂർണ്ണതയേക്കാൾ ഏറെ വർഷങ്ങളോളം തകർന്ന ഹൃദയഭേദകത്തിൻ്റെ കഥ കൂടെ പറയാനുണ്ടായിരുന്നിരിക്കണം. 2007 ഫൈനലിൽ ഇതേ ബ്രസീലിനോട് തോറ്റു നിരാശപ്പെട്ടുകൊണ്ടാണ് ലയണൽ മെസ്സി തൻ്റെ കോപ്പ അമേരിക്ക യാത്ര ആരംഭിക്കുന്നത്. ശേഷം 2011 സ്വന്തം മണ്ണിൽ ഉറുഗ്വേയോട് ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുന്നുണ്ട്. പിന്നീട് വന്ന 2015 16 ഫൈനൽ വേദിയിലേക്ക് എത്തിയെങ്കിലും 2 തവണയും ചിലിയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയം ഏറ്റുവാങ്ങി പുറത്താകുന്നു. അതുവരെയുള്ള യാത്രയിൽ അയാൾ സഹിച്ച യാതനയുടെയും നിരാശയുടെയും നിമിഷങ്ങൾ കാൽപന്ത് ലോകത്തിന് പോലും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നില്ല. തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ട് പോലും കാലവും നീതിയും അയാൾക്കെതിരെ അന്ന് മുഖം തിരിച്ചു നിന്നു. നിരന്തരം ഹൃദയം തകർന്ന് വേദന പേറി നിൽക്കേണ്ടി വന്ന ആ മനുഷ്യന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് 2016 തോൽവിക്ക് ശേഷം അയാൾ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന പരിഹാസനങ്ങൾക്ക് വീണ്ടും മൂർച്ച കൂടിക്കൊണ്ടേയിരുന്നു. സോഷ്യൽ മീഡിയകളിൽ അയാളുടെ കഴിവില്ലായ്മ ചോദ്യം ചെയ്യപ്പെട്ടു. എന്തിന് തെരുവോരങ്ങളിൽ അയാളുടെ പേര് പതിപ്പിച്ച ജേഴ്സിയും ചിത്രങ്ങളും വരെ കത്തിച്ച് കളഞ്ഞു. പലരും എഴുതിത്തള്ളിയപ്പോഴും ലിയോ മെസ്സി എന്ന താരത്തിനു വേണ്ടി അർജന്റീന ആരാധകർ ആവശ്യമുയർത്തിപ്പിടിച്ചു. അയാളുടെ തിരിച്ചുവരവിനായി അപേക്ഷയും പ്രതീക്ഷയും പ്രക്ഷോഭങ്ങളും ലോകമെങ്ങും ഉയർന്നു വന്നു. അങ്ങനെ തന്നെ ആവശ്യമുള്ള ലോകത്തിനു വേണ്ടിയും അർജന്റീന ജനതയ്ക്കൊപ്പം വിജയിക്കാനുള്ള അയാളുടെ ആഴത്തിലുള്ള ആഗ്രഹത്തെയും പരിഗണിച്ച് തൻ്റെ തീരുമാനം മാറ്റേണ്ടി വരുന്നു. അതെ, അവരുടെ ദൈവം അവർക്ക് വേണ്ടി തിരിച്ചു വന്നു. പിന്നീടായിരുന്നു യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. ബ്രസീൽ ആതിഥേയത്വം വഹിക്കുന്ന 2021 കോപ്പ അമേരിക്ക വേദിയിലേക്ക് മെസ്സി തൻ്റെ രാജ്യത്തെയും തോളിലേറ്റി വന്നിറങ്ങുന്നു. പരാജയവും നിരാശയും കാണുവാൻ ആഗ്രഹിച്ച വിമർശക ലോകത്തിൻ്റെയും വിരോധികളുടെയും മുന്നിൽ ആദ്യ മത്സരം മുതൽ അയാളുടെ ഇടങ്കാൽ ശബ്ദിക്കുവാൻ തുടങ്ങി. 5 അസിസ്റ്റുകളും 4 ഗോളുകളും നേടി മികച്ച ഫോമിൽ നിന്നുകൊണ്ട് നീലക്കുപ്പായക്കാരുമായി ഫൈനൽ വേദിയിലേക്ക്, അതും തൻ്റെ തുടക്കം തകർത്ത് കളഞ്ഞ അതേ ചിരവൈരാഗികൾക്കെതിരെ. പൊതുവെ കരുത്തരായ ബ്രസീലുമായി ഫൈനലിലേക്ക് എത്തുമ്പോൾ അത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ ശക്തിയുടെ വലിയ പോരാട്ടമായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരു വശത്ത് ലയണൽ മെസ്സിയും മറുവശത്ത് തൻ്റെ ഉറ്റ സുഹൃത്തുമായ നെയ്മർ ഡാ സിൽവയും. എന്നാൽ അന്ന് കാലവും നീതിയും ലിയോക്കൊപ്പം തന്നെയായിരുന്നു. 22-ാം മിനിറ്റിൽ ബ്രസീലിൻ്റെ ഡിഫൻസിന് മുകളിലൂടെ ഡീപ്പോൾ ഉയർത്തി നൽകിയ പന്തിനെ തൻ്റെ ഇടംകാല് കൊണ്ട് അഡ്ജസ്റ്റിന് മുകളിലൂടെ ഡിമിരിയെ ചിപ്പ് ചെയ്ത് നേടിയ ആ ഒരൊറ്റ ഗോളിൻ്റെ ബലത്തിൽ അർജന്റീന തങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കുന്നു. അന്നേ വരെ ലയണൽ മെസ്സി എന്ന മഹാരഥൻ അനുഭവിച്ച വേദനകൾക്കും വിരാമം കുറിക്കപ്പെടുന്നു. തകർന്നു വീഴുന്ന കാഴ്ച കണ്ട് ആസ്വദിക്കാൻ കാത്തിരുന്ന വിമർശക ലോകത്തിന് മുന്നിലും പൂർണ്ണത അനുഭവിക്കണമെങ്കിൽ അന്താരാഷ്ട്ര കിരീടത്തിൻ്റെ അസ്തിത്വം വേണമെന്ന് കൽപ്പിച്ച അതേ ലോകത്തിന് മുന്നിലും തൻ്റെ ആദ്യ നാഷണൽ കിരീടം അയാൾ ഉയർത്തിപ്പിടിക്കുന്നു. വീണ്ടെടുപ്പിൻ്റെയും മഹത്വത്തിൻ്റെയും മനോഹരമായ ലയണൽ മെസ്സി എന്ന നായകൻ്റെ അധ്യായം അവിടെയും അവസാനിച്ചില്ല. സർവ്വതും നേടിയങ്ങ് അഹങ്കരിക്കേണ്ട എന്ന് കരുതിയിരുന്ന മിച്ചം വന്ന ചില പണ്ഡിതന്മാരുടെ ഉറക്കത്തെ പോലും കളഞ്ഞ് ഖത്തറിലെ അവസാന രാത്രിയിൽ ആ വേൾഡ് കപ്പിനെ പോലും തൻ്റെ കരങ്ങളിൽ ഭദ്രമാക്കുന്നുണ്ട്. ആ കലാശം കൊണ്ടുകൂടി വിശ്വസിക്കാത്തവരെയും അംഗീകരിക്കാൻ മടിച്ചു നിൽക്കുന്നവരെ കൊണ്ടുപോലും
കാൽപന്ത് ലോകത്തെ എക്കാലത്തെ മികച്ച കളിക്കാരൻ താനാണെന്ന് മനസ്സുകൊണ്ട് വിധി പറയിപ്പിച്ചു. കാലം പോലും ചരിത്രത്തിൻ്റെ അവസാന താളുകളിൽ അവൻ്റെ നാമം എഴുതി ചേർത്തു. നിരവധി നഷ്ടങ്ങളും ഹൃദയഭേദകവുമായ തോൽവികളെയും അതിജീവിച്ച് തൻ്റെ ഇടംകാലുകൊണ്ട് ഈ കാൽപന്ത് ലോകത്തെ വെട്ടിപ്പിടിച്ച ഒരേ ഒരു നായകൻ്റെ പേര്, അതെ, ലയണൽ ആൻഡ്രസ് മെസ്സി. ഇന്നിതാ ഒരിക്കൽ കൂടി അതേ വേദിയിലേക്ക് അയാൾ വരികയാണ്. ഒരുപക്ഷെ ഇതയാളുടെ അവസാന കോപ്പ അമേരിക്ക ആയിരിക്കാം. പക്ഷേ ഇന്നയാൾക്ക് പൂർണ്ണതയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതില്ല. മികച്ചവനാരെന്ന ചോദ്യം ഉയരുകയില്ല. ഒരു സമ്മർദ്ദത്തിനും അയാൾക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുവാനാകില്ല. വിജയമോ പരാജയമോ അയാളെ മുറിവേൽപ്പിക്കില്ല. പക്ഷേ ആൽബസ് സെലസ്റ്റൻ ജനതയുടെ വിജയങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയും ലിയോ മെസ്സി എന്ന ദൈവം വീണ്ടും അവതരിക്കുക തന്നെ ചെയ്യും. അതെ, റൊസാരിയോയുടെ ദൈവം അയാളുടെ അവസാന കോപ്പയിലേക്ക്. ക്ലൈമാക്സ് അവിടെയാണ് വിധിയെഴുതുന്നത്. Well, surely now we have to admit Lionel Messi is the greatest of all time.